എല്ലാവരും കല്യാണത്തിന് മുമ്പ് ഒളിച്ചോടി പോവും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒളിച്ചോടി പോവും. ഈ പെണ്ണെന്താടാ കല്യാണ ചെക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയത്? ജേണിയിൽ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നവര് ലൈഫ് ലോങ് നമ്മളുടെ കൂടെ ട്രാവൽ ചെയ്യില്ലടാ. അത് വിട്ടുകളയടാ, ഞാൻ പറയുന്ന കേക്ക്. നീ ആദ്യം ഒന്ന് അടിക്ക്, പിന്നെ നീ കൂളായി കോളൂടാ. മറക്കടാ. മറക്കുന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് അതെന്നെ ഓർമ്മിപ്പിക്കുന്നത്? ഹലോ ഹലോ ജെ, ഞാൻ മഹാലക്ഷ്മിയാ. ഞാൻ വലിയൊരു പ്രശ്നത്തിലാ. ഇവിടെ മൈലാപ്പൂരിലുള്ള ദേവീക്ഷേത്രത്തിലേക്ക് ഒന്ന് വരാമോ? ആരാടാ? മഹാലക്ഷ്മി. നിങ്ങളെല്ലാരും ഇവിടെ തന്നെ ഇരിക്കടാ, ഇപ്പൊ വരാം. മച്ചാ നിർത്തടാ, ഇത് അവൻ തന്നെയാടാ. നീ ഞങ്ങൾ എത്ര സ്കെച്ച് ഇട്ടതാ, എത്ര പ്ലാൻ ഇട്ടതാന്നറിയോടാ. നീ ഞങ്ങളെ പെണ്ണിനെ അടിച്ചോണ്ട് പോയി. അടിച്ചു കൊണ്ടുവന്നു പോരാ ആ പെണ്ണിന് വീണ്ടും നീ പ്രോബ്ലം. അദ്ദേഹം എന്നെ കൊണ്ടുവന്നല്ല, ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്നേ. പെണ്ണ് വിളിച്ചോണ്ടോന്നാ നീ അപ്പൊ തന്നെ കൂടെ നിക്കടാ. അല്ല ശരിക്കും എന്നാ സംഭവിച്ചേ? എടി പത്മേ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായില്ലേ? എന്നിട്ട് എന്താ ഒരു ഗുഡ് ന്യൂസ് ഇല്ലാത്ത? അവരവിടെ ഇവിടെയും കഴിഞ്ഞാ എങ്ങനെ ഗുഡ് ന്യൂസ് കിട്ടാൻ? മഹാലക്ഷ്മി, എനിക്ക് നിങ്ങളോട് പേഴ്സണൽ ആയിട്ടൊന്ന് സംസാരിക്കാം. പയ്യൻ ഭയങ്കര സ്ലോ ആണെന്ന് വിചാരിച്ച, ഫാസ്റ്റ് ആണല്ലോ. വാ വാ, നമുക്ക് പോകാം, അവര് തമ്മിൽ സംസാരിക്കട്ടെ. എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. നിങ്ങൾ എന്തീ പറയുന്നേ? സോറി, ഞാനും എന്റെ ക്ലാസ്മേറ്റ് ഹസീനയും തമ്മിൽ പ്രേമത്തിലാ. ഞാൻ അവൾക്ക് ജീവനാ. എനിക്കും അവളില്ലാതെ പറ്റില്ല. 1 മണിക്കൂർ കല്യാണം നടക്കാൻ പോകുന്ന സമയത്താണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? എൻഗേജ്മെന്റിന് പറയാന്ന് വിചാരിച്ച, പക്ഷെ പറയാൻ പറ്റിയില്ല. എന്നോട് ക്ഷമിക്കണം. എന്റെ ചൂണ്ടുവിരലിൽ പിടിക്കേണ്ട നിങ്ങള് എന്റെ കൈ പിടിച്ചിങ്ങനെ കെഞ്ചുന്നത് പ്ലീസ് വിട്. ഇതൊക്കെ എന്നോട് പറയുന്നതിന് പകരം നിങ്ങളുടെ അച്ഛനോട് പറയായിരുന്നില്ലേ? എന്റെ അച്ഛനെ കുറിച്ച് അറിയാത്തോണ്ടാ. വേറെ മതത്തിലുള്ള പെണ്ണാണെന്നറിഞ്ഞാ എന്നെ കൊന്നുകളയും. ഇല്ലെങ്കിൽ എന്റെ അച്ഛനോട് പറയാൻ പാടില്ലേ? അത്രക്ക് ധൈര്യം എനിക്കില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടക്കി ഹസീനയുമായി ജീവിക്കാൻ എന്നെ അനുവദിക്കണം. മഹാലക്ഷ്മി, എന്നെ ഒന്ന് സഹായിക്കൂ പ്ലീസ്. എന്നെ ഒന്ന് സഹായിക്കുന്നേ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതിനെപ്പോഴാ നിങ്ങൾ ഗ്യാപ്പ് തന്ന്? ഗ്യാപ്പ് നീ ആയിട്ട് എടുക്കണം, അത് ഞങ്ങൾ തരില്ല. ഒന്നുകൊണ്ട് പേടിക്കണ്ട, കല്യാണം നടന്നായിട്ട് കരുതിക്കും. അതത്രക്ക് ഈസി അല്ല ജയ്. ആ പെണ്ണിന്റെ അച്ഛൻ വ്യാസർപടിയിലെ വലിയ ഡോണാ. അങ്ങേര് ഡോണായാലും അതോ ലോക രാജാവായാലും ഞങ്ങളുടെ ചെക്കനെ മുന്നിൽ അവൻ വെറും ഡമ്മിയാ. കരിമ്പയുടെ മകളോ? ഏയ് ചിച്ചി, ഇറങ്ങടാ. ഡേയ്, നിനക്ക് പ്രേമിക്കാൻ വേറെ ഒരു പെണ്ണിനും കിട്ടിയില്ലടാ. പോയി പോയി എവിടെയാ പിടിച്ചിരിക്കുന്നത് നോക്ക്. ഞാൻ ആ പെണ്ണിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടല്ല പ്രേമിച്ചത്. മുഖം കണ്ടിട്ടാണോ പ്രേമിച്ചത്? അവളുടെ മനസ്സ് കണ്ടിട്ടാ ഞാൻ പ്രേമിച്ചത്. നിനക്ക് മനസ്സ് മനസ്സിലായി, ഞങ്ങൾക്ക് മരണ മനസ്സിലായത്. നമുക്ക് ആ വാതിൽപ്പടി ഏറുന്നുണ്ട ബുദ്ധിമുട്ടാണ്. അതിന്റെ അകത്ത് പോയി ഏത് കൊല്ലത്തിൽ തിരിച്ചു വരുമെന്ന് ആർക്കും അറിയില്ല. പോയിട്ട് തിരിച്ചു വരുന്നത് കഷ്ടം. അങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ എങ്ങനെയാണ് അവളുടെ വീട്ടിൽ പോണേ? നിങ്ങളൊക്കെ ഫ്രണ്ട്സ് തന്നെയാണോ? ഇൻട്രോ ആയിട്ട് 10 നിമിഷം ആയല്ലോ. ഐഡിയ. നമ്മളെല്ലാവരും ആ കരീംബായുടെ വീട്ടിലേക്ക് സംഭാവന വാങ്ങാൻ വേണ്ടി പോകുന്നു. തിരിച്ചു വരുമ്പോ ഡൊണേഷന്റെ കൂടെ അങ്ങേരുടെ മോളെയും കൊണ്ടുവരുന്നു. എന്താ? പക്ഷേ പലിശയ്ക്ക് കൊടുക്കുന്നവൻ എങ്ങനെയാ ഡൊണേഷൻ തരുന്നത്? ഒന്ന് ചെയ്താലോ? നമുക്ക് സെൻസസ് എടുക്കുന്നത് പോലെ അവരുടെ വീട്ടിലേക്ക് പോയാലോ? വല്ല അബദ്ധം സംഭവിച്ചാണ്ടല്ലോ നമ്മുടെ പേര് പിന്നെ സെൻസസിൽ ഉണ്ടാവില്ല. പിന്നെ എന്താ ചെയ്യാ? നല്ല ടൈം എടുത്ത് പക്ക പ്ലാൻ ചെയ്ത് പോണം. ഹലോ, അതുവരെ ഞാൻ എവിടെ ഇരിക്കാനാ? എന്റെ വീട്ടിലാ? എടാ, എന്റെ വീട്ടില് അച്ഛനും അമ്മ എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. അവര് വഴക്കിടുമ്പോ നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവില്ല, അതാ സിമ്പിൾ. അപ്പൊ ഞാൻ എവിടെ നിൽക്കും സാർ? എന്റെ വീട്ടുകാർ ഹോട്ടലും ലോഡ്ജൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക. വേറെ എവിടെയാ? ഇവിടെ തന്നെ നിന്നോ, ഞങ്ങളുടെ കൂടെ തന്നെ നിന്നോ. ഈ കാഫേ നിന്റെയാന്ന് വിചാരിച്ചോ? നിനക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്തോ. പ്രണയം പറയാനായിട്ട് കാത്തിരിക്കുന്നല്ലാതെ ഫ്രണ്ട്സ് ആവാനായിട്ട് ആരും കാത്തിരിക്കില്ലല്ലോ. നീ അവരെയും കൊണ്ടുപോ, ഞങ്ങൾ ഇവനെ നോക്കിക്കോളാം. ഇന്നൊരു പ്രാവശ്യം ടീ എന്ന് പറഞ്ഞു വന്നാ നിന്റെ ടീഷർട്ട് കീറി കളിഞ്ഞാ പോണം. സാർ കോഫി. നീ തന്നെ കുടിച്ചാ? കോഫി
നിന്നോട് കുടിക്കാനല്ലേ പറഞ്ഞേ? സാർ ബൂസ്റ്റ് ബിസിയാനിക്കട കണ്ടില്ലേ അപ്പഴാ ബൂസ്റ്റ് കോഫി ഇറങ്ങിപ്പോടാ എനർജി കിട്ടാൻ ഇറങ്ങിപ്പോടാ. നിന്നോട് വേണ്ടതല്ലേ പറഞ്ഞേ? വീണ്ടും സാർ 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 ഹോർലിക്സ്. ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ, അതിനിടയ്ക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? നിനക്ക് അറിവില്ലേ? കോമൺ സെൻസ് ഇല്ലേ? എടാ ടീ തരില്ലേ നീ? തരാം സാർ. ഇവിടെ വെക്കടാ. എന്റെ പ്രണയം വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് എത്ര കഷ്ടപ്പെടുത്തി ഇവന്മാര്. വേറെ ഡ്രസ്സൊന്നും ഇല്ല അല്ലേ? ഞാനെന്താ പിക്നിക്കിനാണോ വന്നേ? ഡ്രസ് എടുത്തോണ്ട് വരാൻ ഓടി വന്നതല്ലേ? ഇത് വേണ്ട. ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? പക്ഷേ ഇഷ്ടപ്പെടേണ്ട എനിക്കോ തനിക്കോ അല്ല, എന്റെ അച്ഛനും അമ്മയ്ക്കോ. അമ്മയ്ക്ക് എങ്ങനെയാണെങ്കിലും ഇഷ്ടാവുക? മോഡേൺ ഡ്രസ്. നിന്റെ അച്ഛന്? ട്രഡീഷണൽ. ഉം. ഉം. അവിടെ പോയി നോക്കട്ടെ. ആ ഡിസൈനർ സാരി ഒന്ന് കാണിക്കൂ. ആ സാരി ഒന്ന് എടുത്തേ. ഇത് ഓക്കെ ആണെന്നാ തോന്നുന്നേ. ആ ഇതെങ്ങനെയുണ്ട്? ട്രയൽ നോക്കിട്ട് വരാട്ടോ. ജയ് നന്നായിട്ടുണ്ടോ? ജയ് ഇതെങ്ങനെയുണ്ട്? ജയ് ഇതെങ്ങനെയുണ്ട്? ജയ് ജയ് നിന്റെ അമ്മ അച്ഛനെ വീഴ്ത്തണമെന്ന് പറഞ്ഞിട്ട് നീ വീണുപോയോ? അങ്ങനൊന്നുമില്ല. ആക്ച്വലി ഞാൻ നിന്റെ ഫീലിങ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. വില്ലിനെ പറ്റിയല്ലേ? നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട്സ് ചെയ്ത പോലൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ നാട്ടിൽ പോയിട്ട് നിന്റെ മുഴുവൻ കാശും തന്നേക്കാം. ഈ മഹാലക്ഷ്മിയെ വിശ്വസിക്കുന്നവര് മനസ്സമാധാനത്തോടെ ഇരിക്കും. വാ പോവാ. എന്താ ചെയ്യ ടെൻഷനായിരിക്കുന്നേ? അമ്മയ്ക്ക് നിന്നെ എന്ത് പറഞ്ഞ പരിചയപ്പെടുത്തുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെന്തിനാ ടെൻഷൻ? മിണ്ടരുത്, എനിക്ക് ടെൻഷൻ ആവുന്നു. കുറച്ചു നേരത്തേക്ക് മിണ്ടരുത്. അമ്മേ, ആന്റി ആന്റി മിണ്ടല്ലേ പറഞ്ഞല്ലേ? അതിന് വന്നില്ലല്ലോ. അമ്മേ, ഹായ് ഇവിടെ ആന്റി, ഒരു മഹാ- സുഖാണോ? സുഖായിരിക്കുന്നു. ആന്റിയെ കണ്ടിട്ട് നല്ല സ്ലിം ആണല്ലോ. ഡയറ്റിംഗ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അയ്യോ ഇല്ല ഇല്ല. ആന്റിയുടെ മുഖം കണ്ടല്ലോ അറിയാം ആന്റി യോഗ ചെയ്യുന്നുണ്ടെന്ന്. ഇല്ല മോളെ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണോ? ഞാൻ വിശ്വസിക്കില്ല. അല്ല, അമ്മ ശരിക്കും സത്യം പറയുന്നു. ആന്റി നിങ്ങൾ ഭയങ്കര സ്ലിമ്മാ. ബ്യൂട്ടി ക്വീനെ പോലെ, മോഡേൺ മഹാലക്ഷ്മി പോലെ നല്ല സുന്ദരിയായിട്ടുണ്ട്. ആന്റിയുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. അതും ഇത്രയും വലിയ മോണിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോലും വിശ്വസിക്കില്ല. എന്താ ചെയ്? വിശ്വസിക്കാതെ പറ്റല്ലോ, എന്റെ അമ്മയാണല്ലോ മുമ്പിലേക്ക്. ഈ പെണ്ണ് ആരാടാ? അയ്യോ ആന്റി, ഞാൻ ആരാണെന്ന് അറിയില്ലേ? നീ തന്നെ പറയൂ ജയ്. എല്ലാം നീ തന്നെ പറഞ്ഞിട്ട് ഇത് മാത്രം എന്നോട് പറയാൻ പറയുന്നത് എന്തിനാ? അമ്മേ, എന്റെ പേര് മഹാലക്ഷ്മി. ഏതാടാ പെണ്ണ്? അച്ഛാ, എന്റെ ഫ്രണ്ട് മഹേശ്വരൻ ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് വീട് ഷിഫ്റ്റ് ആയിരുന്നേ. ഇത് അവന്റെ അനിയത്തിയെ ഒരു എക്സാം എഴുതാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക. മഹേഷോ? അവൻ ഏതാടാ പെങ്ങള്? അവനെപ്പോഴാടാ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയേ? പ്രായമായി കഴിഞ്ഞാലേ മറവി കൂടിക്കൊണ്ടേയിരിക്കും. വയസ്സിനെ കുറിച്ച് പറയാൻ നീ അവൻ പറഞ്ഞ കേക്ക്. എന്നുവെച്ചാ എന്റെ മോൻ കള്ളം പറയാന്നോ? അപ്പൊ ഞാനാണോ കൊള്ളം പറയുന്നേ? ആന്റി അങ്കിൾ മതി നിർത്ത്. ഞാൻ കാരണം നിങ്ങളെ രണ്ടുപേരും വഴക്കിടല്ലേ. ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോളാം. നിക്ക് മോളെ, നീ അകത്തേക്ക് പോ. ഈ വീട് എന്റെ പേരിലാണ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നേ. നീ പോയി മോക്ക് റൂം കാണിച്ചു കൊടുക്ക്. താങ്ക്സ് ആന്റി. എക്സാം കഴിയുമ്പോ തന്നെ പോയിക്കോളാം. വേണമെങ്കിൽ റിസൾട്ട് വരുന്നവരെ താമസിച്ച മോളെ. മോളോട് ആരാ പോവാൻ പറയുന്നത് ഞാനും നോക്കട്ടെ. ഈ വീട്ടിൽ എന്നാ എന്റെ വാക്കിനൊരു വില കൽപ്പിച്ചേക്കുന്നേ? ഏത് കഷ്ടകാല സമയത്താ ഞാൻ നിന്നെ കെട്ടിയത്? എന്നെ ചുമ്മാ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നല്ലോ. 30 ലക്ഷം രൂപ കിട്ടിയില്ലേ? വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വീടാക്കി നിന്റെ പേര് തന്നെ എഴുതി തന്നിട്ടുണ്ട്. ആ എന്റെ പേരിൽ എഴുതി തന്നേ. എന്റെ പണം വാങ്ങി എനിക്ക് എഴുതി തന്നു. എന്താണ്, നിലാവ് കാണുവാണോ? അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. എന്ത് പറ്റി, താരാട്ട് വല്ലതും കേൾക്കണമെന്നുണ്ടോ? നിനക്ക് പാട്ടൊക്കെ പാടാൻ അറിയോ? Don't worry, be happy. Don't worry, be happy. ഞാൻ ഹാപ്പി തന്നെയാ. പക്ഷെ അച്ഛനും അമ്മയും അവരാകെ തളർന്നിട്ടുണ്ടാവും. ആക്ച്വലി നീ ഒരു നല്ല കാര്യമാണ് ചെയ്തത് മഹാലക്ഷ്മി. എന്റെ പാരന്റ്സിന് ഉറപ്പായിട്ട് ഇതിനെ മനസ്സിലാവും. സത്യമായിട്ടും ഉറപ്പായിട്ടും.
ആനന്ദിന്റെ ഹാസിനുടെയും കല്യാണം നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാവും. നീ ധൈര്യമായിട്ടിരിക്കും. ഗുഡ് നൈറ്റ്.